മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് രോഗശാന്തിക്കുള്ള സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആത്മവിശ്വാസവും സ്വന്തം കഴിവുകളിലുള്ള വിശ്വാസവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സ്വയം സഹായ തന്ത്രമാണ് സ്ഥിരീകരണങ്ങൾ. സ്ഥിരീകരണങ്ങൾ ഫലപ്രദമായി പരിശീലിക്കുന്നതിന് ആദ്യം നിങ്ങൾ എന്താണ് മാറ്റാൻ അല്ലെങ്കിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തിരിച്ചറിയുക. തുടർന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഞാൻ വിജയത്തിന് അർഹനാണ് എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഹ്രസ്വവും പോസിറ്റീവും വർത്തമാനകാലവുമായ വാക്യങ്ങൾ സൃഷ്ടിക്കുക. അവ ഉറക്കെ പറഞ്ഞുകൊണ്ടോ ഒരു ജേണലിൽ എഴുതിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവ കാണാൻ കഴിയുന്നിടത്ത് സ്ഥാപിച്ചോ ദിവസവും പരിശീലിക്കുക. വാക്കുകൾക്ക് പിന്നിലെ വികാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സ്ഥിരതയും ക്ഷമയും പുലർത്തുക, കാരണം നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റാൻ സമയവും ആവർത്തനവും ആവശ്യമാണ്. 21 ദിവസത്തേക്ക് സ്ഥിരീകരണങ്ങൾ എഴുതുക അല്ലെങ്കിൽ പറയണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പുതിയ ശീലം രൂപപ്പെടുത്താൻ 21 ദിവസമെടുക്കുമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ സമയപരിധി നിങ്ങളുടെ തലച്ചോറിനെ പോസിറ്റീവ് ചിന്തയുടെയും സ്വയം ശാക്തീകരണത്തിന്റെയും ഒരു മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള ഒരു പുണ്യസമയമായി കാണുന്നു. എല്ലാ ദിവസവും സ്വയം സ്ഥിരീകരിക്കാൻ പരിശീലിക്കുക. സ്ഥിരീകരണങ്ങളിൽ നിന്ന് പരമാവധി പ്രയോജനം നേടുന്നതിന് നിങ്ങൾ ഒരു പതിവ് പരിശീലനം ആരംഭിച്ച് അത് ഒരു ശീലമാക്കണം. ദിവസത്തിൽ 2 തവണയെങ്കിലും 3 മുതൽ 5 മിനിറ്റ് വരെ ആരംഭിക്കുക. ഉദാഹരണത്തിന്, ഉണരുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും സ്ഥിരീകരണങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓരോ സ്ഥിരീകരണവും കൂടുതൽ തവണ ആവർത്തിക്കുക. നിങ്ങൾ അത് പറയുന്നത് ശ്രദ്ധിക്കുക. വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ അവ പറയുമ്പോൾ അവ സത്യമാണെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ ദിനചര്യ സ്ഥിരമാക്കുക. ഒരു ദിവസവും ഒഴിവാക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ ദൈനംദിന പരിശീലനത്തിന് ഒരു മികച്ച കൂട്ടിച്ചേർക്കലായിരിക്കും. ക്ഷമയോടെയിരിക്കുക. എന്തെങ്കിലും മാറ്റങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ കുറച്ച് സമയമെടുത്തേക്കാം, അതിനാൽ നിങ്ങളുടെ പരിശീലനത്തിൽ ഉറച്ചുനിൽക്കുക. ഒരു ദൈനംദിന ദിനചര്യയുടെ മറ്റൊരു നേട്ടം. സ്ഥിരീകരണങ്ങൾ പരിശീലിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ സജീവമാക്കും. ഇത് വൈകാരികവും ശാരീരികവുമായ വേദന നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിൽ സ്വാധീനം ചെലുത്തും. സമ്മർദ്ദവും മറ്റു ജീവിത ബുദ്ധിമുട്ടുകളും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് അറിയുന്നത് ആത്മവിശ്വാസവും സ്വയം ശാക്തീകരണവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. നിങ്ങളിൽ വിശ്വാസം കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. രോഗശാന്തി സ്ഥിരീകരണങ്ങൾ എന്നത് രോഗശാന്തിയുടെ യാഥാർത്ഥ്യത്തെയും സാധ്യതയും കുറിച്ചുള്ള സത്യത്തിന്റെ പ്രസ്താവനകളാണ്. അവ ഫലപ്രദമാണെന്നും ആരോഗ്യം, വൈകാരിക ക്ഷേമം, ബാഹ്യവിജയത്തിന്റെയും പൂർത്തീകരണത്തിന്റെയും തലങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്തുമെന്നും ശാസ്ത്രീയ പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. നെഗറ്റീവ് ചിന്തയെ പോസിറ്റീവ് ചിന്ത ഉപയോഗിച്ച് സന്തുലിതമാക്കാനും മാറ്റിസ്ഥാപിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഏത് സമയത്തും രോഗശാന്തി സ്ഥിരീകരണങ്ങൾ ഉപയോഗിക്കാം. അതുവഴി നിങ്ങൾക്ക് ആ പോസിറ്റീവ് രോഗശാന്തി ഗുണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും പോഷിപ്പിക്കാനും സ്വീകരിക്കാനും കൂടുതൽ സാധ്യതയുണ്ട്. ശാരീരിക, വൈകാരിക, സൃഷ്ടിപരമായ, സാമൂഹിക അല്ലെങ്കിൽ രാഷ്ട്രീയ തലങ്ങളിൽ പോലും രോഗശാന്തി നടപ്പിലാക്കാനും വേഗത്തിലാക്കാനും രോഗശാന്തി സ്ഥിരീകരണങ്ങൾക്ക് കഴിയും. പലപ്പോഴും രോഗശാന്തിക്കും വളർച്ചയ്ക്കുമുള്ള നമ്മുടെ സ്വന്തം സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നത് അവ സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. ബോധപൂർവം, അബോധപൂർവം, ശാരീരിക തലത്തിലും നാം നമ്മെത്തന്നെ പരിമിതപ്പെടുത്തുന്നു. നെഗറ്റീവ് വിശ്വാസങ്ങൾ സമ്മർദ്ദത്തിന് കാരണമാകുന്നു. അത് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ സജീവമായി തടസ്സപ്പെടുത്തുകയും നമ്മുടെ ഊർജ്ജം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിനു വിപരീതമായി രോഗശാന്തിക്കുള്ള നമ്മുടെ കഴിവ് നാം പരിപോഷിപ്പിക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും രോഗശാന്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇനി പറയുന്ന രോഗശാന്തിക്കും സമ്മർദ്ദത്തിനുമുള്ള സ്ഥിരീകരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായി ആരോഗ്യമുള്ള ഒരു ശരീരത്തിനുടമയാണെന്ന വിശ്വാസത്തോട് സ്ഥിരീകരണങ്ങൾ പറയുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആരോഗ്യമുള്ള ശരീരം മനസ്സിൽ രൂപപ്പെടുത്തുക. മനസ്സിൽ ആരോഗ്യമുള്ള ശരീരത്തിന്റെ ചിത്രം മാത്രമാണോ ഇപ്പോൾ ഉള്ളത്? അങ്ങനെയുള്ള ചിത്രം താങ്കൾക്ക് മനസ്സിൽ സങ്കൽപ്പിക്കുവാൻ കഴിയുന്നുവോ? കഴിയാത്ത സുഹൃത്തുക്കൾ വീണ്ടും ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ചിത്രം മനസ്സിൽ കാണുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇത്രനേരം ഈ വീഡിയോ നിങ്ങളെ കാണിച്ചത്. അടുത്തതായി നിങ്ങൾ ഇനിയും കാണുന്ന ചിത്രത്തിനുള്ളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുക. ആരോഗ്യമുള്ള ശരീരവും മനസ്സും മാത്രം സങ്കൽപ്പിച്ചുകൊണ്ട് ഈ ചിത്രത്തിന്റെ ഉള്ളിലേക്ക് നോക്കി ഇനി പറയുന്ന സ്ഥിരീകരണങ്ങൾ ആവർത്തിച്ച് പറയുക. ഞാൻ ആരോഗ്യവാനാണ്, സുഖമായിരിക്കും. ഞാൻ ആരോഗ്യവാനാണ്, സുഖമായിരിക്കും. എന്റെ ഊർജ്ജവും ഉന്മേഷവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു.
എന്റെ ഊർജ്ജവും ഉന്മേഷവും ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് രോഗശാന്തി ലഭിക്കുന്നു. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എനിക്ക് രോഗശാന്തി ലഭിക്കുന്നു. എന്നെ സുരക്ഷിതമായി നിലനിർത്താൻ എന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ശ്രമങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ സുരക്ഷിതമായി നിലനിർത്താൻ എന്റെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ശ്രമങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ ശരീരം ഒരു അത്ഭുതമാണ്. എന്റെ ശരീരം ഒരു അത്ഭുതമാണ്. സമൃദ്ധമായ ആരോഗ്യവും സൗഖ്യവും എന്റെ ജന്മാവകാശമാണ്. സമൃദ്ധമായ ആരോഗ്യവും സൗഖ്യവും എന്റെ ജന്മാവകാശമാണ്. എനിക്ക് ഇപ്പോൾ കൂടുതൽ കരുത്തും സുഖവും തോന്നുന്നു. എനിക്ക് ഇപ്പോൾ കൂടുതൽ കരുത്തും സുഖവും തോന്നുന്നു. എന്റെ ശരീരം വേഗത്തിലും എളുപ്പത്തിലും സുഖപ്പെടും. എന്റെ ശരീരം വേഗത്തിലും എളുപ്പത്തിലും സുഖപ്പെടും. എന്റെ എല്ലാ അവയവങ്ങൾക്കും അവ ഏത് അവസ്ഥയിലായാലും എന്റെ മുഴുവൻ സിസ്റ്റത്തെയും കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിലനിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ എല്ലാ അവയവങ്ങൾക്കും അവ ഏത് അവസ്ഥയിലായാലും എന്റെ മുഴുവൻ സിസ്റ്റത്തെയും കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിലനിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് എന്നെ തന്നെ നന്നായി പരിപാലിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് എന്നെ തന്നെ നന്നായി പരിപാലിക്കാൻ ഇഷ്ടമാണ്. ഞാൻ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സന്തുലിതനാണ്. ഞാൻ മനസ്സിലും ശരീരത്തിലും ആത്മാവിലും സന്തുലിതനാണ്. എന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഞാൻ ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോശത്തെയും ഞാൻ ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്നു. ഞാൻ ആരോഗ്യവാനും പൂർണ്ണനുമാണ്. ഞാൻ ആരോഗ്യവാനും പൂർണ്ണനുമാണ്. എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജവും ആരോഗ്യവും കൊണ്ട് സ്പന്ദിക്കുന്നു. എന്റെ ശരീരത്തിലെ ഓരോ കോശവും ഊർജ്ജവും ആരോഗ്യവും കൊണ്ട് സ്പന്ദിക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ പൂർണ്ണമായും ആരോഗ്യവാനാണ്. എന്റെ ശരീരം പ്രകൃതി ലോകത്തിന്റെ ഭാഗമാണ്. പരിപാലിക്കേണ്ട അതുല്യവും മനോഹരവുമായ ഒരു പവിത്രമായ സൃഷ്ടിയാണ്. എന്റെ ശരീരം പ്രകൃതി ലോകത്തിന്റെ ഭാഗമാണ്. പരിപാലിക്കേണ്ട അതുല്യവും മനോഹരവുമായ ഒരു പവിത്രമായ സൃഷ്ടിയാണ്. എന്റെ ശരീരത്തിന് സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. എന്റെ ശരീരത്തിന് സുഖം പ്രാപിക്കാനുള്ള കഴിവുണ്ട്. എന്റെ ആത്മാവും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ആത്മാവും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്റെ ശരീരത്തിന് വിശ്രമിക്കാനും പുതുക്കാനും അറിയാം. എന്റെ ശരീരത്തിന് വിശ്രമിക്കാനും പുതുക്കാനും അറിയാം. എന്റെ എല്ലാ അവയവങ്ങൾക്കും അവ ഏത് അവസ്ഥയിലായാലും എന്റെ മുഴുവൻ സിസ്റ്റത്തെയും കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിലനിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ എല്ലാ അവയവങ്ങൾക്കും അവ ഏത് അവസ്ഥയിലായാലും എന്റെ മുഴുവൻ സിസ്റ്റത്തെയും കുറിച്ച് ചിന്തിക്കാതെ തന്നെ നിലനിർത്തിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ശരീരത്തോട് എനിക്ക് നന്ദിയുണ്ട്. എന്റെ ശരീരത്തോട് എനിക്ക് നന്ദിയുണ്ട്. ശ്വസിച്ചതിന് ഞാൻ എന്റെ ശരീരത്തിന് നന്ദി പറയുന്നു. ശ്വസിച്ചതിന് ഞാൻ എന്റെ ശരീരത്തിന് നന്ദി പറയുന്നു. എന്റെ ഒരു ഇന്ദ്രിയം പരാജയപ്പെട്ടാലും എന്നെ ഒരു വ്യക്തിയാക്കാൻ എന്റെ മറ്റ് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവർത്തനത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ ഒരു ഇന്ദ്രിയം പരാജയപ്പെട്ടാലും എന്നെ ഒരു വ്യക്തിയാക്കാൻ എന്റെ മറ്റ് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവർത്തനത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ ശരീരം വാത്സല്യത്തിനും ആശ്വാസത്തിനും പ്രതിരോധത്തിനും വിശ്രമത്തിനും യോഗ്യമാണ്. എന്റെ ശരീരം വാത്സല്യത്തിനും ആശ്വാസത്തിനും പ്രതിരോധത്തിനും വിശ്രമത്തിനും യോഗ്യമാണ്. എന്റെ ശരീരം എന്നെ ജീവനോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, കാരണം അത് എന്നെ സ്നേഹിക്കുന്നു. എന്റെ ശരീരം എന്നെ ജീവനോടെയും ആരോഗ്യത്തോടെയും നിലനിർത്താൻ ആഗ്രഹിക്കുന്നു, കാരണം അത് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ രോഗശാന്തിക്കും ആത്മസ്നേഹത്തിനും യോഗ്യനാണ്. ഞാൻ രോഗശാന്തിക്കും ആത്മസ്നേഹത്തിനും യോഗ്യനാണ്. എനിക്ക് ഇനി ഉപകാരപ്പെടാത്തത് ഞാൻ ഉപേക്ഷിക്കുകയും രോഗശാന്തിയെയും പരിവർത്തനത്തെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് ഇനി ഉപകാരപ്പെടാത്തത് ഞാൻ ഉപേക്ഷിക്കുകയും രോഗശാന്തിയെയും പരിവർത്തനത്തെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എനിക്ക് സുഖം പ്രാപിക്കാൻ ആവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് സുഖം പ്രാപിക്കാൻ ആവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശവും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്നും അത് എങ്ങനെ പരിപാലിക്കണമെന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിന് എന്താണ് വേണ്ടതെന്നും അത് എങ്ങനെ പരിപാലിക്കണമെന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സന്തോഷവും ശാന്തതയും സമൃദ്ധിയും നൽകുന്ന ഒരു ജീവിതം വേണം. എനിക്ക് സന്തോഷവും ശാന്തതയും സമൃദ്ധിയും നൽകുന്ന ഒരു ജീവിതം വേണം. ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെ രോഗശാന്തിയിലേക്ക് അടുപ്പിക്കുന്നു. ഞാൻ എടുക്കുന്ന ഓരോ ചുവടും എന്നെ രോഗശാന്തിയിലേക്ക് അടുപ്പിക്കുന്നു. ക്ഷമയോടും അനുകമ്പയോടും കൂടി ഞാൻ എന്റെ രോഗശാന്തി യാത്രയെ ബഹുമാനിക്കുന്നു. ക്ഷമയോടും അനുകമ്പയോടും കൂടി ഞാൻ എന്റെ രോഗശാന്തി യാത്രയെ ബഹുമാനിക്കുന്നു. എന്റെ മനസ്സ് ശാന്തവും സമാധാനപരവുമായി തോന്നും.
എന്റെ മനസ്സ് ശാന്തവും സമാധാനപരവുമായി തോന്നും. എനിക്ക് എപ്പോഴും ദയ കാണിക്കാൻ കഴിയും. എനിക്ക് എപ്പോഴും ദയ കാണിക്കാൻ കഴിയും. എന്റെ ശരീരം എപ്പോഴും അതിന്റെ പരമാവധി ചെയ്യും. എന്റെ ശരീരം എപ്പോഴും അതിന്റെ പരമാവധി ചെയ്യും. എന്റെ ശരീരം ശക്തവും ജ്ഞാനിയുമാണ്. എന്റെ ശരീരം ശക്തവും ജ്ഞാനിയുമാണ്. എനിക്ക് എന്റെ ശരീരത്തെ ഇഷ്ടമാണ്. എന്റെ ശരീരം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം. എനിക്ക് എന്റെ ശരീരത്തെ ഇഷ്ടമാണ്. എന്റെ ശരീരം സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു എന്ന് എനിക്കറിയാം. ലോകത്തിലെ ഒരു വ്യക്തിയായിരിക്കാൻ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. ലോകത്തിലെ ഒരു വ്യക്തിയായിരിക്കാൻ ഞാൻ ശരിക്കും ആസ്വദിക്കുന്നു. പൂർണ്ണമായ അഭിനന്ദനത്തിനും പരിചരണത്തിനും ഞാൻ അർഹനാണ്. പൂർണ്ണമായ അഭിനന്ദനത്തിനും പരിചരണത്തിനും ഞാൻ അർഹനാണ്. രോഗശാന്തി യാത്രയിൽ ഞാൻ വിശ്വസിക്കുകയും തുറന്ന ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. രോഗശാന്തി യാത്രയിൽ ഞാൻ വിശ്വസിക്കുകയും തുറന്ന ഹൃദയത്തോടെ അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. 21 ദിവസങ്ങൾ നിങ്ങൾ ഈ അഫർമേഷൻ തുടർച്ചയായി ചെയ്യുക. പ്രിയമുള്ളവരെ, താങ്കൾക്ക് ജീവിതത്തിൽ ഈ ചാനലിലെ വിഷയങ്ങൾ പ്രയോജനകരമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകുക. സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുവാൻ മറക്കരുത്. ചാനലിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വിഷയങ്ങൾ ഈ അഫർമേഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഗുണകരമായതിനാൽ ആ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിന്റെ കൂടെ തന്നെ പ്രയോജനപ്പെടുത്തുക. മറ്റൊരു വിഷയവും പരിഹാരവുമായി നമുക്ക് വീണ്ടും സംസാരിക്കാം.